കല്യാണി മത്സരത്തിൽ പങ്കെടുക്കട്ടെ, റിസൾട്ട് പിന്നെയല്ലേ. പിന്നെ ഇളയമെ കുറിച്ച് എന്നെക്കാൾ നന്നായിട്ട് ദാസേട്ടൻ അറിയാലോ. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ജന്മം. അതുകൊണ്ട് തന്നെ ഇളയമയുടെ വാക്കിന് അർഹിക്കുന്ന വില കൊടുത്താൽ മതി. ഒന്നും വേണ്ട. ഇതെന്താ രാത്രി മഞ്ഞത്ത് നിന്നൊരു ഫോൺ വിളി? അപ്പൊ ഉള്ളിലൊരു തീ കത്തുന്നുണ്ടാവണല്ലോ. ആ ഏതായാലും നോക്കിക്കളയാം. അമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. ആരെങ്കിലും വന്നോ? ആ വിലാസിനി ആവും. അതെ, ഞാൻ വിളിക്കാം അമ്മേ. ഉറപ്പിച്ചിട്ടുണ്ട് ആന്റി. ഒന്നുകിൽ തൃച്ചംബരത്ത് അർഹതപ്പെട്ട സ്ഥാനം, അല്ലെങ്കിൽ അത് വഴിയെ കാണാം. ഓക്കെ, വെയിറ്റ് ആൻഡ് വാച്ച്. എക്സാമിന്റെ റിസൾട്ട് അല്ലേ ഇപ്പോ? ഫൈനൽ റിസൾട്ട് വന്നതിന്റെ ഹാപ്പിയാ. കല്യാണി പാസ്സായി മോനെ. ഇതെന്തോ വലിയ തകരാറ് പറ്റിയിട്ടുണ്ടെന്നാ തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും. ഫൈനൽ റിസൾട്ടിൽ കല്യാണി ജയിച്ചു പോലും. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത്. രാത്രി ഉറക്കമില്ലാതെ ഫോൺ വിളിക്കുമ്പോഴേ എനിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എടാ, ആദ്യം നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അത് കേൾക്കുമ്പോ നിന്റെ ഈ കൺഫ്യൂഷനൊക്കെ പൊയ്ക്കോളും. ഞാൻ ഔട്ട് ഹൗസിലേക്ക് പോയപ്പോ ദാസേട്ടൻ കല്യാണിയോട് ഈ മത്സരത്തിൽ ജയിക്കില്ല എന്ന് സത്യം ചെയ്തു തരാൻ പറയായിരുന്നു. കല്യാണി ആയിരിക്കും. വിളിക്ക് നീ പൊളിക്കും മച്ചു. മച്ചു, അവള് ഫോൺ എടുക്കുന്നില്ല. നീ ചെന്ന് അവളെ കൊണ്ടൊരു പുതിനെട്ടി ഉണ്ടാക്കിച്ചോണ്ട് വാ. ചെല. ഞാനോ? എനിക്കൊന്നും പറ്റില്ല. എടാ, നീ ഹംസദൂതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അത് പോട്ടെ. ലങ്കയിൽ പോയ ഹനുമാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എടാ, നീയും ആ പരമ്പരയിൽപ്പെട്ടതാ. പോയിട്ട് വാ. നിനക്കിപ്പോ കല്യാണി കൊണ്ടൊരു പുതിനെട്ടി ഉണ്ടാക്കിച്ചു കൊണ്ടുവരണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ഹനുമാൻ എന്നൊക്കെ പറയുന്നത് എന്തിനാ? ദൈവകോപം കിട്ടും, പറഞ്ഞേക്കാം. കല്യാണി, നിന്നെ നിന്റെ കെട്ടിയും വിളിക്കുന്നു, വേഗം വരൂ. കല്യാണിക്ക് എന്ത് പറ്റി? നീ എന്തിനാ കരയുന്നത്? കല്യാണി, നിനക്കത് എന്താ പറ്റിയത്? നീ എന്തിനാ കരയുന്നേ? നീ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ സത്യം ചെയ്തറിഞ്ഞ് ആനന്ദോടെ സന്തോഷിച്ചിരിക്കുക. നീ ഇവിടെ കരച്ചിലോട് കരച്ചില് എന്ന കാര്യം പറയോ? അതുമില്ല. കല്യാണി, ഞാൻ കുറെ നേരമായിട്ട് ചോദിക്കുന്നില്ലേ, നീ ഒന്നും പറയാതെ ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്നാലോ? കാര്യം എന്താണെന്ന് പറയ് കല്യാണി, പ്ലീസ്. പറയുന്ന ഒരു കോളുമില്ല. ആനന്ദിനോട് ചെന്ന് കാര്യം പറയുന്നത് നല്ലത്. എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്? ആനന്ദ്, ഞാൻ ചോദിച്ചിട്ട് കല്യാണി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? പറഞ്ഞാലേ അറിയാൻ പറ്റൂ.
എന്തെങ്കിലും ഒന്ന് പറയൂന്ന് കരുതി ഈ സമയം വരെ ഞാൻ അവിടെ നിന്നു. അതാ ഇത്ര ലേറ്റ് ആയത്. എന്താ കാര്യം അറിയാൻ വയ്യല്ലോ. നീ ഒരു കാര്യം ചെയ്യ, ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അതാ നല്ലത്. ചിലപ്പോ എന്നോട് പറയാൻ താല്പര്യമില്ലാത്ത, പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും വിഷയമായിരിക്കും. ഏതായാലും നീ വേഗം പോയിട്ട് വാ. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി, ആദ്യം നീ നിന്റെ ഫോണൊന്ന് ഓണാക്കി വെക്കുക, ഞാൻ പോയിട്ട് വരാം. ഓ ഓ സൈലന്റ് ആയിരുന്നു. അതാ ഒരുപാട് പേര് വിളിച്ചിരിക്കുന്നല്ലോ. പിന്നെ എന്തിനാ ഈ കരച്ചില്? ഈ കണ്ണ് നിറയുന്നത് എനിക്ക് സൈക്കിളെന്ന് നിനക്ക് അറിയാവുന്നല്ലേ? അത് വല്യുഞ്ഞെ, ഞാനൊരു വാശിക്ക് മത്സരം ജയിക്കുമെന്ന് സത്യം ചെയ്തു. പക്ഷേ ഇപ്പൊ ആലോചിക്കുമ്പോ എന്തോ പേടിയാവണു എനിക്ക്. വല്യുഞ്ഞ് പറഞ്ഞില്ലേ, ഞാൻ പരാജയപ്പെട്ട അത് കമ്പനിയുടെ പരാജയമാണെന്നും അങ്ങനെ സംഭവിച്ചാൽ അത് വല്യുഞ്ഞിന്റെ പരാജയമായിരിക്കുമെന്നും. എന്റെ വല്യുഞ്ഞ് ഞാൻ കാരണം പരാജയപ്പെടുമല്ലോ എന്നോർത്തപ്പോ. ഇത്രയും നാളുകളായിട്ട് നടന്നു വന്ന കോമ്പറ്റീഷൻസിലൊന്നും ഇതുവരെ ഡാൻസ് മത്സരം വന്നിട്ടില്ല. അല്ല, അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അത് എനിക്ക് ഡാൻസ് അറിയില്ല. പണ്ടേ ഈ ഡാൻസ് എന്ന് കേട്ടാ എനിക്ക് പേടിയാ. ഡാൻസ് കളിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല വല്യുഞ്ഞെ. ഇത്രേ ഉള്ളൂ, ഡാൻസ് ഉറപ്പായിട്ടും ഉണ്ടാവില്ല. നിനക്ക് ഡാൻസ് പേടിയല്ലേ? ഇതറിഞ്ഞാ മതി എനിക്ക്. സമാധാനമായി. നീ അനുഭവിക്കാൻ പോകുവടി. മത്സരമില്ലേ, അതിന്റെ ഫൈനൽ മത്സരത്തിൽ ഡാൻസ് കൂടി ഉൾപ്പെടുത്തണം. ക്ലാസിക്കൽ. അത് മാഡം, ഇതുവരെ നടന്ന ഒരു മത്സരത്തിലും നമ്മൾ ഡാൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. പെട്ടെന്ന് ഫൈനൽ മത്സരം ഇനം ഡാൻസ് ആണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിന് എതിർപ്പ് വരും. അത് നടക്കില്ല മാഡം. ഷുവർ മാഡം, നിശ്ചയിച്ചിരിക്കുന്ന പ്രോഗ്രാമിൽ മാറ്റം വരുത്താൻ എന്തായാലും സാധിക്കില്ല. ഓക്കെ മാഡം, എഗ്രീഡ്. ഞങ്ങൾ എന്ത് വില കൊടുത്തും കോമ്പറ്റീഷനിൽ ഡാൻസ് ഉൾപ്പെടുത്തും. ഗുഡ്. ഈ ക്യാഷ് നിങ്ങൾക്ക് ഷെയർ ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ മാഡം. ചേർച്ച. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അരവിന്ദ്. എനിക്ക് തർക്കിക്കാൻ വയ്യ. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നാളെ മുതൽ ഞാൻ കമ്പനിയിൽ പോകുന്നില്ല. അത് കൊള്ളാലോ. നിന്റെ കമ്പനി മുഴുവൻ നീ വിൽക്കാൻ പോകണോ? ഓ, അതാണല്ലോ നീ പ്രോഫിറ്റ് എത്രയെന്നൊക്കെ നോക്കിയത്. അങ്ങനെ വരട്ടെ. അല്ല, ഈ ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്ന് പറഞ്ഞില്ലേ, അതെന്താണോ കവി ഉദ്ദേശിച്ചത്? ഈ ഭാര്യയുടെ നിറമനസ് കൊള്ളാം, അപാര ബുദ്ധി തന്നെ. പെൺബുദ്ധി പിൻബുദ്ധി എന്നൊരു പഴമൊഴിയുണ്ട്. നീ അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സത്യം പറയലോ നന്ദനം, പടുത്തു. എനിക്കും മടുത്തു. സഹായവും മിസ്റ്റർ ആനന്ദകൃഷ്ണൻ ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകുന്നു. കോമ്പറ്റീഷന്റെ സംഘാടകർ ആരാണെങ്കിലും അതിന്റേതായ വ്യവസ്ഥകളും ചട്ടങ്ങളും അസോസിയേഷന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് ഇവിടെ കൂടിയ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി
ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്രാൻഡ് അംബാസഡറിന്റെ പ്രിലിമിനറി റിട്ടേൺ എക്സാം നടത്തിയതും അസോസിയേഷൻ തീരുമാനിച്ച പരീക്ഷാ ബോർഡ് തന്നെയാണ്. അവരത് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിളിച്ചുകൂട്ടിയ മീറ്റിംഗിന്റെ പ്രധാന ലക്ഷ്യം തന്നെ മികച്ച ബ്രാൻഡ് അംബാസഡർ മത്സരം എങ്ങനെ നടത്താമെന്നതാണ്. അതുകൊണ്ട് തന്നെ അംഗങ്ങളെല്ലാ പേരും അവരവരുടേതായ നിർദ്ദേശങ്ങളും ആശയങ്ങളും അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ മത്സര ഇനങ്ങളിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തത ഉണ്ടാവണമെന്നാണ് എന്റെ അഭിപ്രായം. ആ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പാണ്. പബ്ലിക് എന്നും പുതുമയാണ് ഇഷ്ടപ്പെടുന്നത്. വർഷാവർഷം നടത്തിവരുന്ന പാട്ട്, പ്രസംഗം ഇതൊക്കെയൊന്ന് മാറ്റിയിട്ട് ഡാൻസ് മത്സരം മാത്രം വച്ചാലോ എന്നാ എനിക്കിതിൽ പറയാനുള്ളത്. ഈ ഡാൻസ് മത്സരമൊന്നും കാണില്ലല്ലോ അല്ലുഞ്ഞെ. അത് കൊള്ളാം. ഡാൻസ് മത്സരം, അതിനൊരു പുതുമയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് തീരുമാനം. ബ്രാൻഡ് അംബാസഡർ മത്സരത്തിൽ ഡാൻസ് കോമ്പറ്റീഷൻ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. The meeting is over. കല്യാണി പോ. തെറ്റ് തന്നെയാ. ഈ കല്യാണിയുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാത്തത് വലിയ തെറ്റ് തന്നെയാ. അതിന് ഇങ്ങനെയൊന്നും ക്ഷമ ചോദിച്ചാ പോരാ, കാല് പിടിച്ച് ക്ഷമ ചോദിക്കണം. എന്റെ പൊന്നു വല്യ കുഞ്ഞേ, ഞാനന്ന് ചോദിച്ചതുപോലെ നമുക്കിടയിൽ ഞാനും നീയൊക്കെ ഉണ്ടോ? എന്നോട് ചോദിച്ച അനുവാദം വാങ്ങിച്ചിട്ടേ എന്റെ കാര്യത്തിൽ എന്റെ വല്യ കുഞ്ഞിനൊരു കാര്യം പറയാൻ പാടുള്ളൂ. എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കണേ? അപ്പോ ഞാൻ വല്യ കുഞ്ഞിന്റെ ആരുമല്ലേ? ആ ഗംഗ പറഞ്ഞത് കേട്ട് അവിടെ എല്ലാരും കളിയാക്കി ചിരിച്ച സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് ഉരുകയായിരുന്നു. ഏത് ഡാൻസ് മത്സരം നടത്തിയാലും ഞാൻ അതിൽ ജയിച്ചിരിക്കുമെന്ന് പറയാൻ തുടങ്ങിയതാ. അപ്പോഴാ എന്റെ മനസ്സ് വായിച്ചതുപോലെ വല്ലുകുഞ്ഞ് ആ വെല്ലുവിളി ഏറ്റെടുത്തത്. ആ വാക്കുകൾ എന്റെ മനസ്സിന്റെ ശബ്ദമായിരുന്നു. എന്നിട്ടാണോ വല്ലുകുഞ്ഞ് ഇങ്ങനെ വിഷമിക്കണേ? എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ ഒരിക്കലും ഒരാളുടെ മുന്നിൽ തലകുനിഞ്ഞു നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിനീ കല്യാണി അവസരം കൊടുക്കില്ല. മനസ്സിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നല്ല ആത്മവിശ്വാസം ഉണ്ടല്ലോ അല്ലേ? എന്റെ വലിയ കുഞ്ഞു കൂടെയുള്ളപ്പോ ഈ ആകാശത്തിന് താഴെയുള്ള ഒന്നിനെയും ഭയക്കില്ല കല്യാണി. ഡാൻസ് എങ്കിൽ ഡാൻസ്, ഏതായാലും ഒരു കൈ നോക്കിക്കളയാം. വലിയ കുഞ്ഞു പഠിപ്പിച്ചതുപോലെ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. വെരി ഗുഡ്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാകാനുള്ള എല്ലാ യോഗ്യതയുള്ളത് നിനക്ക്. നീ അത് തെളിയിച്ചു കഴിഞ്ഞു കെട്ടിയോളെ. പോ. ഏതായാലും അവള് ഡാൻസ് കോമ്പറ്റീഷനിൽ ജയിക്കാനൊന്നും പോകുന്നില്ല. ഇല്ല ആന്റി, ഒന്നിനെയും നിസ്സാരമാക്കി കാണരുത്. കാറ്റ് വാക്ക് അറിഞ്ഞുകൂടാത്തവളാണ് ബ്രാൻഡ് അംബാസഡർ ആയതെന്ന് ആന്റി മറക്കരുത്. കൊടും പിരികൊള്ളുന്ന മഹാഭാരത യുദ്ധം ജയിച്ചത് അർജുനന്റെ ആയോധന പാടവം കൊണ്ടല്ല, സാരഥിയായി കൂടിയ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ തന്ത്രങ്ങൾ കൊണ്ടാണ്. കല്യാണിക്കൊപ്പം ഉള്ളത് അതുപോലൊരു ബുദ്ധിശാലിയാണെന്ന് നമ്മൾ മറക്കരുത്. അല്ല, പിന്നെ എന്താ ഇപ്പൊ ഒരു വഴിയാരി പറ്റി എന്നുള്ളതിലാണ് കാര്യം. ആ അതെ, അല്പം വൈകിയിരുന്നെങ്കിൽ എല്ലാം തകിടം മറിഞ്ഞേനെ. ആ കല്യാണിയോട് പ്രേമമാണെന്ന് ആനന്ദ് ചാടിക്കേറി എന്ന് പറഞ്ഞേനെ. അത് പറയാൻ തുടങ്ങിയപ്പോഴാ ഗംഗയുടെ വരവ്. അതും അഖിലാണ്ടേശ്വരിയുടെ അറിവോടെ.
പഴയ കാര്യങ്ങളൊക്കെ വിട്. അഖിലയുടെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടാൻ ഏറ്റവും നല്ല മാർഗം ജ്യോതിഷോ. അതിപ്പോ എങ്ങനെയാ? അഖിലാണ്ട് ഈശ്വരിക്ക് കുടുംബ ജോത്സ്യനില്ലേ? അദ്ദേഹം പറയുന്നതേ അഖില വിശ്വസിക്കൂ. അല്ലെങ്കിൽ പിന്നെ ഇളയച്ചൻ പറയാം. ചെന്ന് അഖിലാണ്ടേശ്വരിയോട് ജോത്സ്യന്റെ അത്ഭുതങ്ങളുടെ കെട്ടുകഥകൾ ഇറക്ക്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സമയാസമയം അറിയിക്കാം. ചെല്, സമയം കളയണ്ട. ശരി പ്രിയങ്കെ, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ വാങ്ങി. ഒരു കിളിവാ ചലഭവും അതിരറിയാ വനിമേലെ പ്രണയമാ ഇരുവരുമാ ഹിമമണിമേട്ടിൽ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം വല്യുഞ്ഞെ. തെറ്റാണെങ്കിൽ വല്യുഞ്ഞ് പറഞ്ഞു തന്നാ മതി. ഓക്കെ കല്യാണി, നീ തുടങ്ങിക്കോ. കിളിയുടെ പാട്ടായി പനിമലരും ഒരു കിളിവാ ശലഭവും. പറ്റും. അതാമ്മേ, ഡാൻസ് അറിയാത്ത കല്യാണിക്ക് യൂട്യൂബിൽ നോക്കി ഞാൻ ഡാൻസ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. അവൾക്ക് ഡാൻസ് അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാൻസ് മാസ്റ്റർ വെച്ച് കൊടുക്കണം. അല്ലാതെ നീ പഠിപ്പിക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ നിനക്ക്? ശരി അമ്മേ. കല്യാണി വീട്ടിലേക്ക് പോയിക്കോ. ശരി മാഡം. പോവാ ആന്റി. ഇന്നിനി വേണ്ട, പിന്നൊരു ദിവസം ആവട്ടെ. കുറച്ച് തുളസിയില പറിച്ചിട്ട് വാ. ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ രസം ഉണ്ടാക്കിട്ട് പോയിക്കോളാം. കല്യാണി കൊള്ളാം. ചേച്ചി തുളസിയില കൊണ്ടുവരാൻ താമസിച്ചാ ഞാൻ അത്രയും നേരം കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. ചേച്ചി, ഇത് തക്കാളിയും കുരുമുളകും ഇഞ്ചിയും ഒരൽപ്പം കൽക്കണ്ടും തുളസിയില ഇട്ട് ഒരു രസക്കൂട്ടാ. ദേ, ഇത് 2 സ്പൂൺ ഉള്ളിലേക്ക് ചെന്നാ ഏത് ചുമയും പിടിച്ചു നിർത്തണ പോലെ അങ്ങ് നിൽക്കും. അതാ സാധനം. ഇത് നാട്ടിലെ മുത്തശ്ശിയുടെ സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു. അയ്യോ ചേച്ചി, എന്നെ നോക്കി നിൽക്കാണ്ട് പോയി 2 തുളസിയില കൊണ്ടുവാ. ചെല്ല്. എല്ലാം പാകാണെന്ന് തോന്നുന്നു. അതെ, മാഡം ചോദിച്ചാ ഇത് എന്നോട് ചോദിച്ച് സുജാതേച്ചി ഉണ്ടാക്കിയ രസമാണെന്ന് പറഞ്ഞാ മതി. ചേച്ചി ഒരു പാത്രം എടുക്ക്. ചെല്ല്, ഇവിടെ നിൽക്ക. അയ്യോ ചതിച്ചു. വിലാസിന് മാഡം വരുന്നു. കല്യാണി, നീ ഇവിടെ എവിടെയെങ്കിലും ഒളിക്കും. ഈശ്വര, ഇങ്ങോട്ടേക്കാണല്ലോ വരവ്. അവൾ ഉണ്ടാക്കുന്ന രസമൊന്നും ഇവിടെ വേണ്ട. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ആ രസം എടുത്തോണ്ട് കളഞ്ഞ്. മാഡം വേണ്ട മാഡം, പ്ലീസ്. നിനക്ക് വയ്യെങ്കിലേ ഇങ്ങത്താ, ഞാൻ കളഞ്ഞോളാം. മാഡം പ്ലീസ്, ഇത് അഖില മാഡത്തിന് വേണ്ടി ഉണ്ടാക്കിയ രസമല്ലേ? നീ തരില്ലേ? തന്നെ. മാഡം വേണ്ട മാഡം. വരാനല്ലേ പറഞ്ഞത്? ദേ,
മര്യാദയ്ക്ക് മാറി നിന്നോ, അല്ലെങ്കിലേ ചൂടുള്ള രസമാണെന്നൊന്നും ഞാൻ നോക്കില്ല. മോന്തക്കെടുത്ത് ഒഴിക്കും ഞാൻ. പറഞ്ഞില്ലേ, അവളുടെ അഹങ്കാരം ഒന്ന് നോക്കണേ. അതിന് ദേ ഇവള് കൂട്ടും. വിലാസിനെ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ? ശരിയാണ് മാഡം. ഇന്നലെ രാത്രി മാഡം നന്നായിട്ട് ചുമക്കുന്നത് കല്യാണി എങ്ങനെയോ കണ്ടു. അതുകൊണ്ട് എന്നെ വിളിച്ച് ചുമ പെട്ടെന്ന് മാറാൻ കുരുമുളകും ഇഞ്ചിയും കൽക്കണ്ടവും തുളസിയിലയും ഒക്കെ ചേർത്ത് മാഡത്തിനൊരു രസം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അതാ ഞാൻ. തെറ്റാണെങ്കിൽ മാഡം എന്നോട് ക്ഷമിക്കണം. എന്തൊരു കഷ്ടോ ഇത്. എത്ര നേരിട്ട് വിളിക്കുന്നു. എൻഗേജ്. ഹലോ, എത്ര നേരിട്ട് ഞാൻ വിളിക്കുന്നു. സുഖാണോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. അതായത് എന്നെക്കാൾ ഇഷ്ടം അമ്മയോടാണെന്ന് പറയാം. അതല്ലേ ശരി? എന്താ വല്യുഞ്ഞി ഇങ്ങനെയൊക്കെ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരുമോ? അയ്യോ വല്യുഞ്ഞി, ഇപ്പൊ തന്നെ പേടിച്ചെന്റെ പകുതി ജീവൻ പോയിരിക്കുക. പ്ലീസ് എന്നെ വിട്ടേക്ക്. എനിക്കതൊന്നും അറിയണ്ട. ദേ, എനിക്ക് എന്റെ കെട്ടിയോളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ചിക്കൻ ഫ്രൈ കിട്ടിയേ പറ്റൂ. ഭർത്താവ് ആഗ്രഹിക്കുന്ന ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നവളാ യഥാർത്ഥ ഭാര്യ. അതൊരു ഭാര്യയുടെ കടമയും കൂടിയാണെന്ന് ഓർമ്മ വേണം. ശരി, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം. വെരി ഗുഡ്. ഇപ്പോഴല്ലേ നീ എന്റെ യഥാർത്ഥ കെട്ടിയോളായത്? ചെല്ല. സമ്മതിച്ചു. ഞാൻ സമ്മതിപ്പിച്ചു. ഇപ്പൊ കിച്ചണിലെ കല്യാണി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നീ നിനക്ക് മാത്രം ഉള്ളത് ഓർഡർ ചെയ്താൽ മതി. അയ്യടാ, അത് കൊള്ളാം. എനിക്ക് എന്റെ ഏട്ടത്ര കയ്യിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കണ്ടേ? അപ്പൊ ഇനി വേറെ ഓർഡർ ഒന്നും ചെയ്യുന്നില്ല. നേരെ കിച്ചണിലേക്ക് എന്നിട്ടേ കല്യാണിയോട് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. വേണ്ട അരവിന്ദ്, അവൾ ഒന്നാമത് പേടിച്ച കിച്ചണിൽ നിൽക്കുന്നത്. നീ വെറുതെ അവളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ കിച്ചണിലോട്ട് പോയിട്ട് വരാം. അയ്യടാ. ഏയ് അരവിന്ദ്, ഓടോ ചേട്ടാ, നിക്കാൻ. ഇവിടെ എവിടെയോ ഉണ്ട്. ഏട്ടത്തി, ദേ പെട്ടെന്ന് ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാനിപ്പോ ഏട്ടത്തിന്ന് ഉറക്കെ കിടന്ന് വിളിക്കേ. അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങി വരാം. ഇവിടെ ഉണ്ടായിരുന്ന. വാ 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 വാ, വേഗം വരൂ കുട്ടി. ഇങ്ങോട്ട് വരൂ. അത് കൊള്ളാം. അമ്മയ്ക്ക് രസം ഉണ്ടാക്കി കൊടുക്കാനും ബ്രോക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാനും ഒരു പ്രശ്നമില്ല. നമുക്കൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനേ പ്രശ്നമുള്ളൂ. കുഴപ്പമില്ല, ഓർഡർ ചെയ്തത് ക്യാൻസൽ ചെയ്തും പോയെന്നേ. ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെന്ന് കരുതി മനുഷ്യൻ ചാവാനൊന്നും പോകുന്നില്ല. ശരി, പോവാ. ഏതായാലും ഇത്രയും സമയമായി.
ഇനി പെപ്പർ ചിക്കനും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. ഇത് ആനന്ദ് സാറിന് ചിക്കൻ ഫ്രൈ. ഷെയർ ചെയ്ത് കഴിക്കണേ. ഇത് സാറിനുള്ള സ്പെഷ്യൽ പെപ്പർ ചിക്കൻ. ഇങ്ങോട്ട് തന്നോളുക. ആരാവുന്ന എല്ലാത്തിനോട് താങ്ക്സ് പറയാലോ. അപ്പൊ അതും ചേട്ടാ, ചിക്കൻ ഫ്രൈ കഴിക്കുമ്പോ കോഴിക്കും മട്ടൻ കഴിച്ച ആടിനൊക്കെ നമ്മൾ നന്ദി പറയണോ? അത് കൊള്ളാലോ. ഇന്നലെ വരെ അരവിന്ദ് ചേട്ടൻ ഇതൊന്നും ചെയ്യുന്ന കണ്ടില്ലല്ലോ. ഇന്നെന്താ ഒരു പ്രത്യേകത? ഇന്നലെ വരെ ഇല്ലെന്ന് വെച്ച് ഇന്ന് മുതൽ തുടങ്ങിക്കൂടെ? ചേടാ അത് കൊള്ളാലോ. മതി 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 മതി. ഏതായാലും നീ നന്ദി ഒന്നും പറയാൻ നിൽക്കണ്ട. വേണ്ടേ? പിന്നെ ദിവസം മുഴുവൻ നന്ദി പറഞ്ഞ് നടക്കാനും സമയം കാണൂ. എന്തിനെല്ലാം നന്ദി പറയേണ്ടി വരും. ആനന്ദ് എന്തു പറ്റി? ഒന്നും കഴിച്ചില്ലല്ലോ. വിശപ്പില്ലമ്മേ. ഞാനൊരു കമ്പനി തരാൻ വേണ്ടി ഇരുന്നേ ഉള്ളൂ. വല്യോഞ്ഞിന് ഇതെന്തു പറ്റി? ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ആനന്ദിന് എന്നോടൊപ്പം ഇരുന്ന് കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഈ എഴുന്നേറ്റ് പോക്കെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ സീനിൽ ഞാൻ എങ്ങനെ ബിൽഡപ്പ് കൊടുക്കുമെന്ന് കാണിച്ചു തരാം. അതല്ല അങ്കിളെ, ഭർത്താവ് കഴിച്ച പാത്രത്തില് ഭാര്യ കഴിക്കുന്നത് ഒരു സന്തോഷല്ലേ? അതാ ആനന്ദ് കഴിച്ച പ്ലേറ്റില് എനിക്ക് കഴിക്കണമെന്നൊരാഗ്രഹം. അതിന് ഭർത്താവായിട്ട് പോരെ? പോരാ. നിന്റെ ഈ ആഗ്രഹത്തിന് ഇവിടെ ആരും എതിര് നിൽക്കാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ട് കഴിക്കും. നിനക്കതിനുള്ള അവകാശമുണ്ട്. താങ്ക് യു ആന്റി. കുറച്ച് ഫ്രൈ. സംശയം അതല്ല, അന്ന് പ്രിയങ്കയുടെ കല്യാണം മുടങ്ങിയ പോലെ ഈ കല്യാണം മുടങ്ങുന്ന. ജയന്തി, അയ്യോ ആന്റി, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നീ ഒന്നും പറയണ്ട. ഇപ്പൊ ഊണ് കഴിച്ചതല്ലേ ഉള്ളൂ. എന്നിട്ട് നിന്റെ വായിക്ക് എക്സസൈസിന് ഒരു കുറവും ഇല്ലല്ലോ. അതും ചെയ്തങ്ങ് ഇരുന്നാ മതി. ആവശ്യമില്ലാത്തടത്ത് അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു. തീറ്റപ്രാന്തി. അവളെ കുറ്റപ്പെടുത്തണ്ട ആന്റി. ഇപ്പൊ ഈ കല്യാണം നടക്കുമോന്ന് എനിക്കും സംശയം ഭയമൊക്കെ തോന്നി തുടങ്ങി. എന്താ ഗംഗ ഇത്? ഇവളെന്തെങ്കിലും വിവരക്കേട് വിളിച്ചു പറഞ്ഞു വെച്ച് നീയും ഇങ്ങനെ തുടങ്ങിയാലോ? വിവരക്കേട്? ഇങ്ങനെയുള്ള നിസാര കാര്യത്തിന് നീ തളർന്നു എന്നറിഞ്ഞാൽ അവര് കൂടുതൽ കൂടുതൽ നിന്നെ തളർത്താൻ നോക്കും. അതിനവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും. ലക്ഷ്യമാണ് പ്രധാനം, അത് മറക്കരുത്. വിഷമിക്കണ്ടേ? തളരാനോ? നാഗങ്ങൾക്ക് തളർച്ചയോ? പതുങ്ങി കിടക്കുന്നത് പത്തി വിടർത്തി ആഞ്ഞു കൊത്താനോ?
എവിടെ പോയി? ചാർജർ മാത്രല്ലേ കാണുന്നുള്ളൂ. ഈ മൊബൈൽ എവിടെ പോയി? ചിലപ്പോ അനിയൻകുട്ടൻ ഗെയിം കളിക്കായിരിക്കും. അനിയൻകുട്ടാ, ചേച്ചി നീ എന്റെ മൊബൈൽ എടുത്തോ? ഇല്ല ചേച്ചി, ഞാൻ കുളിക്ക. വല്യുഞ്ഞു ഫോൺ വിളിച്ചതിന് എന്താ ചെയ്യാ? ഫോൺ ഇതെവിടെ? എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോവാനും പറ്റില്ല. സുജാതേച്ചി വിളിച്ചറിയിച്ചാ മതിയായിരുന്നു. പക്ഷെ അതിനിവിടെ ഫോണും ഇല്ലല്ലോ. ഈശ്വര, ഫോൺ കിച്ചണിൽ ഇരുന്ന് റിങ് ചെയ്യുന്നത് എങ്ങനെ ആരെങ്കിലും കേട്ടാ? ദേവി, എന്താ ഒരു വഴി? ഈശ്വര, ചേച്ചിയോട് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം. എന്നാലും സ്വന്തം കാര്യം ആയതുകൊണ്ട് ഗംഗയ്ക്ക് പറയാൻ മടി. അതുകൊണ്ടാ. ഗംഗയുടെ അച്ഛൻ വിളിച്ചിരുന്നു. ആനന്ദും ഗംഗയുമായിട്ടുള്ള എൻഗേജ്മെന്റിന്റെ തീയതി എടുത്തൊന്ന് ചോദിച്ചു. ഞാനും നോക്കിയപ്പോ അത് നല്ലതാണെന്ന് തോന്നി. കല്യാണത്തിന് മുമ്പ് ഒരു ഉറപ്പ് ഏതായാലും നല്ലതാണല്ലോ. സ്റ്റോപ്പ് ഇറ്റ്. ഗംഗ, എന്താ ഇത്? മീഡിയാസിന്റെ മുന്നിൽ ബ്രാൻഡ് അംബാസിഡർ മത്സരത്തിൽ ജയിക്കുന്നവളായിരിക്കും ആനന്ദിന്റെ പെണ്ണെന്ന് പ്രഖ്യാപിച്ചത് നീ അങ്ങ് മാരമാവാം. പക്ഷേ ഭയമുണ്ടാവാൻ പാടില്ല. ആദ്യം പറഞ്ഞതുപോലെ മത്സരം നീ ജയിക്കുന്നു. നിനക്കിത് ജീവിതം വെച്ചുള്ള മത്സരമാണെങ്കിൽ എനിക്കിത് മാനവും തൃച്ചംബരത്തിന്റെ അന്തസ്സും അഭിമാനവും വെച്ചുള്ള കളിയാ. മൈൻഡ് ഇറ്റ്. നിനക്ക് പോവാം. വാ. കുറച്ചു നേരമായല്ലോ റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആരുടെ ഫോണാ ഇത്? അല്ല, ഇനി ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആണോ? ആയിരിക്കില്ല. ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. അടുക്കളക്കാരിയെ കാണാൻ വന്നിട്ട് എന്നെ കണ്ടപ്പോ അവൻ അഭിനയിക്കുന്നു. മൊയ്തീനെ, ഇന്ന് നീ കാഞ്ചനമാലയെ കണ്ടത് തന്നെ. പിന്നെ ഇപ്പൊ കാണിച്ചു തരാം. ആനന്ദ്, ഇളയമയോ? പുറത്ത് നല്ല മഞ്ഞുണ്ടല്ലേ?
ആനന്ദേ, ഇന്ന് നീ വെറുതെ മഞ്ഞു കൊള്ളാൻ നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. അല്ല, ഇളയമ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ഇല്ല, നല്ല മഞ്ഞുണ്ടെന്ന് പറയായിരുന്നു. ആ, റേഞ്ച് ഇല്ലാത്ത വലിയ കഷ്ടം. അല്ല, ഇളയച്ചൻ വിളിക്കുന്നില്ലല്ലോ. വിളിക്കും വിളിക്കും, ഇപ്പൊ വിളിക്കും. പിന്നെ ദാസേട്ടാ, എന്താ അവസാന വിലയെന്ന് പറഞ്ഞാ ഞാൻ അത് അവരോട് സംസാരിക്കാം. അത് വീട് വന്ന് കാണാതെ എങ്ങനെ വില? ഓ, അതൊന്നും സാരമില്ലെന്നേ. അയ്യോ, ഇതേ സമയം 11:10. ദാസേട്ടന് രാവിലെ ജോലിക്ക് പോവാനുള്ളല്ലേ. ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ശരി മാഡം. ശരി, ചെല്ല്. പോവല്ലേ, ഇത് കേട്ടിട്ട് പോ. ഇളമേ, കിട്ടിയ സമയത്തിനുള്ളില് എന്റെ മനസ്സില് ഒരു കവിത അങ്ങോട്ട് വിരിഞ്ഞു. അതിനൊരു പേര് പറഞ്ഞിട്ട് പോ. അല്ലെങ്കിൽ അതിനേത് പേരാ ചേരാന്ന് പറഞ്ഞാ മതി. തലയിലുറഞ്ഞ മഞ്ഞുതുള്ളി എന്നിടണോ അതോ പൊട്ടിപ്പൊളിഞ്ഞ പാഴ്മേഘം എന്നിടണോ? ഇളമേ, പൂവല്ലേ പ്ലീസ്. ശടാ, ശാരദാംബരം ചാരു ചന്ദ്രിക. നീ അങ്ങനെ ഉള്ളവളായിരുന്നെങ്കിൽ ആനന്ദിന്റെ കല്യാണം കഴിയുന്നത് വരെ തൃച്ചംബരത്ത് കാല് കുത്തരുതെന്ന് പറഞ്ഞ അഖിലയുടെ വാക്കുകൾ അനുസരിക്കുമായിരുന്നു. നീ ഇന്നലെ തൃച്ചംബരത്തെ അടുക്കളയിൽ വന്ന കാര്യം ആരും അറിയില്ലെന്ന് വിചാരിച്ചോ? അഖിലയുടെ ചുമ മാറാൻ ഔഷധരസം ഉണ്ടാക്കിയത് ആരാടി? നീ ആര്? വൈദ്യരത്നം കല്യാണി ദാസോ? ആനന്ദിനും അരവിന്ദനും ചിക്കൻ ഫ്രൈയും പെപ്പർ ചിക്കനും ഉണ്ടാക്കി വെച്ചത് ആരാടി? നീ ജയിക്കാൻ പോകുന്നില്ല. നീ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനെത്ര നീചമായ വഴിയും ഞാൻ സ്വീകരിക്കും. നീ നോക്കിക്കോ. എടി, നൃത്തം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ നിന്റെ കാലിലും കയ്യിലും എടുത്തു വെച്ച് ആടാവുന്ന ഒന്നാണെന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. അതിന് തപം ചെയ്യണം. അടുക്കളയിൽ എച്ചിൽ പാത്രം കഴുകുന്ന നിനക്ക് ഈ ജന്മം അതിന് കഴിയില്ല. ആനന്ദിന്റെ മുമ്പിൽ ചാടിത്തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെ നിസ്സാരാണെന്ന് കരുതിയോ ഡാൻസ്? ഇത് വല്ലതോ ആനന്ദോ മറ്റാരെങ്കിലോ അറിഞ്ഞാ നിന്റെ ഈ കാല് വെട്ടിമുറിച്ച് ഞാൻ പട്ടിക്കിട്ടു കൊടുക്കും. ഇന്നാ നിന്റെ കാമുകനെ വിളിച്ച് സൊള്ളി പൊള്ളിയ കാലും നോക്കി ഇതിനകത്തിരുന്നോണം. അഖിലാണ്ടേശ്വരിയുടെ വിലക്ക് മാറിയാലും കുറച്ചു കാലത്തേക്ക് ഈ കാലും വെച്ച് തൃച്ചംബരത്തിന്റെ മുറ്റത്ത് പോലും വരാൻ പാടില്ല. വിലാസിനിയോടാ നിന്റെ കളി. എന്തോ ചേച്ചി, ചേച്ചിക്കൊരു വിഷമം പോലെ. ഒന്നുമില്ല നീങ്കുട്ട, എനിക്ക് വിഷമമൊന്നുമില്ല. നിനക്കതൊക്കെ വെറുതെ തോന്നണതാ. എന്തിനാ ചേച്ചി എന്നോട് കള്ളം പറയുന്നേ? ഞാൻ കടയിലേക്ക് പോയപ്പോ പാട്ട് മൂളിക്കൊണ്ടിരുന്ന ആളല്ലല്ലോ ഇപ്പോ. അല്ല, ഇന്ന് പ്രോജക്റ്റ് വർക്ക് വെക്കണം, നേരത്തെ പോണെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇവിടെ സംസാരിച്ചോണ്ട് നിക്ക. ബാഗെല്ലാം ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്നാവട്ടെ. ചേച്ചി വിഷയം മാറ്റാനൊന്നും നോക്കണ്ട. ഞാൻ വന്നപ്പോ ആ വിലാസിനി മേഡം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടല്ലോ. സത്യം പറ, അവര് ചേച്ചി ഉപദ്രവിച്ചു? ഇതിന് പ്രാക്ടീസ് ചെയ്യാതിരിക്കാനാ മനഃപൂർവ്വം അവരിങ്ങനെ കാണിച്ച. ഇനി നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? കരയില്ലേടാ,
എന്റെ മോൻ കരഞ്ഞ ചേച്ചിക്ക് സഹിക്കില്ല. ചേച്ചി, ഞാനിത് വല്യുവിനോട് പറയാൻ പോവാ. അയ്യോ അയ്യോ, വീടല്ലേ ചേച്ചി. അനിയൻകുട്ടാ, നീ ഇതിപ്പോ വല്യുവിനോട് പറഞ്ഞാ വല്യുവിന് ഇത് വിലാസിനി മേഡത്തിനോട് ചോദിച്ച് വഴക്കാക്കും. മാർക്ക് ഷീറ്റ് തന്നു വിട്ടു. അച്ഛന്റെ ഒപ്പ് ചേച്ചി ഇട്ടെന്ന്. അതാരോടും പറയരുതെന്നാ പറഞ്ഞ. ഓഹോ, അപ്പൊ കള്ളപ്പാചകം മാത്രമല്ല, കള്ള ഒപ്പിടിയിലും ഉണ്ടല്ലേ? അനിയൻകുട്ടാ, സ്കൂളിൽ പോവാൻ സമയായി, പോവാൻ നോക്ക്. അല്ല, ഇന്ന് യൂണിഫോം ഒന്നും വേണ്ടേ? ഇന്ന് കളറാ വല്യുവിന്. പോയിട്ട് വരാം. കൈ തട്ടി തിളച്ച വെള്ളം കാലിൽ വീണതാ. ഏയ്, ഇതൊന്നുമല്ല. നീ എന്നെ മറക്കുക. നീ ചായ ഇടുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. മാത്രമല്ല, 2 കാൽപാദങ്ങളും പൊള്ളണമെങ്കിൽ ഇതാരോ ബോധപൂർവം ചെയ്തതാ. നീ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ദാസേട്ടൻ പറഞ്ഞു. അയ്യോ, അച്ഛനൊന്നും പറഞ്ഞില്ല വല്യുഞ്ഞെ. പിന്നെ ഇളയമ്മ വന്നിരുന്നു ഇവിടെ? ഏയ് ഇല്ല വല്യുഞ്ഞെ, എന്നെ വിശ്വസിക്കേ. എന്റെ കൈ തട്ടി ചൂടുവെള്ളം വീണതാ.